പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകനും അഴിമതിയിൽ മുങ്ങിയ പിണറായി വിജയന്റെ കടുത്ത വിമർശകനുമായ അഡ്വക്കേറ്റ് ജയശങ്കറിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കം നടക്കുന്നു എന്ന വാർത്തകൾ പുറത്തുവരികയാണ്. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLAയും നഗരത്തിൽ കാണിച്ച ഗുണ്ടായിസത്തിനെതിരെ കേരളം ഒന്നടങ്കം പ്രതിഷേധിക്കുന്നതിനിടയിൽ അഡ്വക്കേറ്റ് ജയശങ്കറും അദ്ദേഹത്തിൻ്റെ ഒരു യൂട്യൂബ് ചാനലിലൂടെ പ്രതികരിച്ചിരുന്നു. അതിൽ ജാതി അധിക്ഷേപമുണ്ടെന്നും പറഞ്ഞ് ഒരു കേസും രജിസ്റ്റർ ചെയ്തതായിരുന്നു. പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരമാണ് കേസ് അഭിഭാഷകനായ അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ കന്റോൺമെൻറ് പോലീസ് കേസെടുത്തത്. സച്ചിൻ ദേവ് MLAയുടെ പരാതിയിലാണ് കേസെടുത്തത്. മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ മേയറെയും സച്ചിൻ ദേവ് MLAയെയും പരിഹസിച്ചുകൊണ്ട് ജയശങ്കർ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ജാതി അധിക്ഷേപം നടത്തിയെന്നാണ് ആരോപണമുയർന്നത്. ആ വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെയാണ്: നീ ബാലുശ്ശേരി MLA അല്ലേടാ ഡാഷ് എന്ന് KSRTC ഡ്രൈവർ യദു സച്ചിൻ ദേവിനോട് ചോദിച്ചു എന്ന് ഒരു പരാതി സച്ചിൻ കൊടുത്തിരുന്നുവെങ്കിൽ ഈ ഡ്രൈവർ കുടുങ്ങിപ്പോയേനെ. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കെതിരായ അതിക്രമം തടയൽ എന്നൊരു നിയമമുണ്ട്. സച്ചിൻ അത്തരത്തിൽ കേസ് കൊടുത്തിരുന്നുവെങ്കിൽ KSRTC ജീവനക്കാരൻ ഈ അടുത്ത കാലത്തൊന്നും സൂര്യപ്രകാശം കാണാത്ത രീതിയിൽ ജയിലിൽ പോയേനെ. എന്നാൽ അങ്ങനെ പരാതി കൊടുക്കാൻ സച്ചിൻ ദേവിന് ബുദ്ധി ഉദിച്ചില്ല. അത്രയ്ക്കുള്ള വിവേകം സച്ചിന് ആ സമയത്ത് തോന്നിയില്ല. ഇതാണ് ജയശങ്കർ ആ വീഡിയോയിൽ പറയുന്നത്. ഇതിനെതിരെയാണ് കേസ് കൊടുത്തതും ഇപ്പോൾ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടത്തുന്നതും. നമുക്കറിയാം, ജയശങ്കർ കേരളത്തിലെ ഏറ്റവും ശക്തനായ ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാനും രാഷ്ട്രീയ ഭേദമന്യേ ലക്ഷക്കണക്കിന് ആളുകൾ കാത്തു നിൽക്കുകയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് വിമർശിക്കണമെങ്കിൽ അത് CPM എന്നോ കോൺഗ്രസ് എന്നോ BJP എന്നില്ല. അദ്ദേഹം തെറ്റുകണ്ടാൽ ആരെയും വിമർശിക്കുന്ന ഒരു രാഷ്ട്രീയ വിമർശകനാണ്. പക്ഷേ പിണറായി വിജയൻ്റെയും CPMൻ്റെയും ഭാഗത്തു നിന്ന് കൂടുതൽ തെറ്റുകൾ ഉണ്ടാകുന്നതുകൊണ്ട് ഒരുപക്ഷെ കൂടുതൽ വിമർശനവും അതുതന്നെയാകാം. പക്ഷേ അഴിമതിയും സ്വജനപക്ഷപാതവും കൊണ്ട് കമ്മ്യൂണിസത്തെ തകർക്കുന്ന പിണറായി വിജയനും ഈ പറയുന്ന ആര്യ രാജേന്ദ്രൻ അടക്കമുള്ള പിണറായിയുടെ ശിങ്കിടികളും ജയശങ്കറിൻ്റെ വെളിപ്പെടുത്തലിൽ പലപ്പോഴും നാണം കെടുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാളെ എന്തു ചെയ്യേണ്ടത് എന്ന് പണ്ട് സന്ദേശം സിനിമയിൽ കുമാരപിള്ള സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പറഞ്ഞ കേസ് കിട്ടില്ല എന്നുറപ്പിച്ചപ്പോഴാണ് ഇങ്ങനെയൊരു അവസരം തുറന്നു കിട്ടിയത്. ഏതായാലും തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് കിട്ടുന്ന വാർത്തകൾ പ്രകാരം അഡ്വക്കേറ്റ് ജയശങ്കറിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമോ എന്ന കാര്യം വളരെ ഉത്സാഹപൂർവ്വം ആലോചിക്കുകയാണ് CPM. ഏതായാലും ജയശങ്കറിൻ്റെ അറസ്റ്റ് ചെയ്യുമെന്ന വാർത്ത കേരളം ആശങ്കയോടെയാണ് കാണുന്നത്.